Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ബികോം ഫിഫ്ത്ത് സെമസ്റ്റർ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയില് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ ഇപ്പോൾ 5 പ്രോബ്ലംസും 3 തിയറിയും അങ്ങനെ വരാറുണ്ട്. 4 പ്രോബ്ലംസ് 4 തിയറി. അപ്പം എങ്ങനെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട്. അതിപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആവാം, കൂടുതൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു പ്രോബ്ലം മസ്റ്റായിട്ട് കാണാറുണ്ട്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നിന്നുള്ള പ്രോബ്ലമാണ് പിന്നെ വരുന്നത്. അത് ARRO, അതുപോലെ തന്നെ പേ ബാക്ക് പീരീഡോ, ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതിൻ്റെ പ്രോബ്ലം നിർബന്ധമായും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം ഇത് രണ്ടും റിപ്പീറ്റ് പ്രോബ്ലംസിൽ നമുക്ക് പറയാം. പിന്നെ നെക്സ്റ്റ് ലിവറേജ് ആണ്. ലിവറേജിൽ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ തിയറി ആവും, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും വരാം. ഫിനാൻഷ്യൽ, ഓപ്പറേറ്റിങ്, അതുപോലെ തന്നെ കമ്പൈൻഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം അതുപോലെ തന്നെ തിയറിയും നോക്കി വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അതാണ് മറ്റൊരു റിപ്പീറ്റ് ടോപ്പിക്ക് കണ്ടുവരാറുള്ളത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ റിപ്പീറ്റ് ആയിട്ട് ഡിവിഡൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളവരാണ് വരാറ്. ഡിവിഡൻറ്റിൻ്റെ പ്രോബ്ലം മിക്കതും 5 മാർക്കിൻ്റെ വരാറുള്ളത് വാട്ടേഴ്സോ ഗോർഡനോ ആണ്. ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് വാട്ടേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഗോർഡൻ. തിയറി ഉണ്ട്, ഞാൻ പ്രോബ്ലം ആദ്യം ഇപ്പം പറയണമെന്ന് മാത്രം. അപ്പോൾ പ്രോബ്ലത്തിൽ കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങൾ ആദ്യം തന്നെ ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തിയറിയുടെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഫൈനാൻസിങ് അപ്രോച്ചസ് ടു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ മാനേജ്മെന്റ് ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ അപ്രോച്ചസ്. അതുപോലെ തന്നെ കുറച്ച് ടേമുകൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SAക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തിയറിയും വരാറുണ്ട്. NPV എന്താണ്, പേ ബാക്ക് പീരീഡ്, ഇതൊക്കെ തിയറി ആയിട്ട്. അപ്പം അങ്ങനെ നോക്കണം. പിന്നെ തിയറി ആയിട്ട് വന്നിട്ടുള്ളതാണ് അൺകൺവെൻഷണൽ പ്രൊജക്റ്റ് എന്താണ്, ഇതൊക്കെ ടേമുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ ഒരു ടാക്സ് ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ്. പിന്നെ സാൽവേജ് വാല്യൂ എന്താണ്, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്, ഒരു ടാക്സ് ഷീൽഡായിട്ട് ടേം നോക്കാം. അപ്പം ഇത് ടേമുകൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വെക്കണമെന്ന് മാത്രം. പിന്നെ തിയറി ആയിട്ട് വന്നിട്ടുള്ളതാണ് ക്യാപിറ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചറും. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ and financial structure.
പിന്നെ 2 പേപ്പറിലോ എന്നുള്ളൊരു ചോദ്യമാണ്. മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. അതുപോലെ തന്നെ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററി. ഇത് രണ്ടും കാണാറുണ്ട്. ഹോൾഡിംഗ് ക്യാഷും അതുപോലെ തന്നെ ഇൻവെന്ററിയും നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ക്യാഷ് സൈക്കിൾ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ആൻഡ് ക്യാഷ് ടേൺ ഓവർ എന്താണ് എക്സ്പെക്ട് ചെയ്യാം. ഇതിനായിട്ടും വന്നിട്ടുണ്ട്. ക്യാഷ് സൈക്കിൾ എന്തായാലും നോക്കാം, പ്രോബ്ലത്തിനും സ്കോപ്പ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് തിയറി ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് നോക്കി വയ്ക്കുക. ദെൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്ലഫിംഗ് ബാക്ക് ഓഫ് റിസോഴ്സസ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ സ്ഥാപനത്തിൽ തന്നെ വീണ്ടും അത് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് FM ചോദിച്ചുള്ളൊരു ചോദ്യമാണ്. ദെൻ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിഫറൻസ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേഴ്സസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമായി നോക്കേണ്ട മറ്റൊരു ചോദ്യം. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അതുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന എന്താണ് ഫാക്ടേഴ്സ്, അത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഫാക്ടേഴ്സ് which influence working capital requirements. വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പ് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഡിവിഡൻഡിൻ്റെയിലും ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോദ്യം തിയറി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 5 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ട്. അതിലേക്കുള്ള സജഷൻസ് ആണ് ഞാൻ നൽകിയിട്ടുള്ള പ്രോബ്ലത്തിൽ. നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കണ്ടുവരാറ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലത്തെ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്ക്, പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലെ ARR പേ ബാക്ക് പീരീഡ് ഇതൊക്കെ പ്രോബ്ലത്തിൽ കാണാറുണ്ട്. ലിവറേജിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം, ചിലപ്പോൾ അത് തിയറിയും ഡിവിഡൻഡിലെ വാട്ടേഴ്സ് മോഡലോ ഗോർഡനോ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം. അപ്പോൾ 4 കൂടുതൽ കണ്ടുവരാറ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം വരാം. പിന്നെ അതിൻ്റെ തിയറി ഫിനാൻസിങ് അപ്രോച്ചസ് ടു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. പിന്നെ ഈ പറയുന്നത് ടീമുകൾ NPV, പേ ബാക്ക് പീരീഡ് ആൻഡ് കൺവെൻഷണൽ പ്രോജക്ട്സ് എന്താണ്, സാൽവേജ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ഷീൽഡ് എന്താണ്, പിന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്, അതുപോലെ തന്നെ ഇൻവെന്ററി, ക്യാഷ് സൈക്കിൾ എന്താണ്, ക്യാഷ് ടേൺ ഓവർ എന്താണ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്താണ്, പ്ലഫിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേഴ്സസ് ടെമ്പററി, പിന്നെ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.